ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇത്രയും ദിവസം വ്ളോഗ് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ റീസൺ ഞാനൊരു എക്സാം പ്രിപ്പറേഷനിലായിരുന്നു. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. ഇന്നിപ്പോൾ ഞാൻ 8 സ്നാക്സ് അതും ഓയിലിൽ മുക്കി പൊരിക്കാത്ത ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഐറ്റംസ് കാണിക്കുമെന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി മുതൽ ഞാൻ ഇഫ്താർ വ്ളോഗ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇന്ന് ഈ റെസിപ്പീസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. ആദ്യത്തെ റെസിപ്പി ഒരു അടിപൊളി ക്ലബ് സാൻഡ്വിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന, വലിയ ആൾക്കും കുട്ടികൾക്കെല്ലാം ഒരേപോലെ ഇഷ്ടമാകുന്നൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കുരുമുളകും ഉപ്പും പിന്നെ കുറച്ച് സോയ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിന്. നമുക്ക് എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് ചിക്കൻ എടുക്കുക. ഞാനിപ്പോൾ ഒരു കിലോ വരുന്ന ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. എന്നിട്ട് ഇത് ഓയിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയല്ല, ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്ത് അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്തിട്ടു കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് 2 മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. ഈ ക്ലബ് സാൻഡ്വിച്ചിൽ ചിക്കനും മുട്ടയും വെജീസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നതിന്. ഇനിയിപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുത്താൽ ചിക്കൻ റെഡിയായി. നമുക്ക് ചിക്കൻ ഇഷ്ടം പോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മുളക് പൊടിയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്യാം. പിന്നെ ഇതാ കുറച്ച് വെജീസ് ഞാൻ അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് വെച്ചിന്. ഇങ്ങനെ കൂടുതൽ മസാലയൊന്നും ഇല്ലാണ്ടാണ് ക്ലബ് സാൻഡ്വിച്ചിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ സെയിം പാനിലേക്ക് ഞാൻ മുട്ടയും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിന്. 2 മുട്ടയിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ മുട്ടൻ്റെ അളവ് നമ്മൾ എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നോ അതനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ പിന്നെയും ഫ്രൈ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കണം. പിന്നെ സെയിം പാനിൽ തന്നെ ഞാനൊന്ന് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കളറൊന്നും മാറണമെന്നില്ല, എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് സ്പ്രെഡിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പും മയണൈസും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതിയെങ്കിൽ അങ്ങനെയായാലും എടുക്കാം. പക്ഷേങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു സ്പ്രെഡ് ചെയ്തിട്ട് ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങനെ സെറ്റായിട്ട് നിൽക്കില്ല. ഒന്നെങ്കിൽ മയണൈസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇതേപോലെ സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന്. എന്നിട്ട് ആദ്യത്തെ ബ്രെഡിൽ ചിക്കൻ വെച്ചെടുത്ത്, പിന്നെ ക്യുക്കമ്പർ വെച്ച്, പിന്നെ തക്കാളി, ഉള്ളി ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ളിയും കൂടി വെച്ച് കൊടുക്കുക. അതെല്ലാം നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ക്യാബേജില്ലേ, അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ബ്രെഡിൽ മുട്ടയാണ് വെച്ചെടുത്തത്. ഇനി സ്ലൈസ്ഡ് ചീസ് വെക്കുന്നുണ്ട്. ഇത് വെജിറ്റബിൾസിൻ്റെ മേലെ വെക്കാൻ വേണ്ടി നോക്കണേ, എന്നാലും വെജിറ്റബിൾസ് അവിടെ സെറ്റായിട്ട് നിന്നോളും. ഇനി ഇതാ ഇതേപോലെ ഞാൻ ചിക്കൻ്റെ മേലെ കുറച്ച് ലെറ്റൂസ് ലീഫ് വെച്ച് കൊടുത്തേനെ. അത് നമ്മൾ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെച്ചാൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നിട്ടിതാ മൊത്തത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കൈ വെച്ചിട്ട്, ഒന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം ഇതിൻ്റെ സൈഡ്സിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ. ഇതിൻ്റെ സൈഡ്സ് എന്തായാലും കട്ട് ചെയ്ത് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് പോർഷൻ ഒരു ടേസ്റ്റ് മാറ്റുമെന്ന് ഒരു ഹാർഡായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. സാധാരണ ക്ലബ് സാൻഡ്വിച്ച് ഇങ്ങനെയാണ് വരൽ, ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് വരൽ. ഞാൻ അതേപോലെ തന്നെയാണ് കട്ടാക്കുന്നത്. അപ്പോൾ ഒരു ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ഹെവി ആയിട്ട് 4 പീസസ് ഉണ്ടാവും. നോമ്പ് തുറക്കുമ്പോൾ എല്ലാം കഴിക്കാൻ അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കാം. നെക്സ്റ്റ് ഒരു ബീഫ് കീമ റോളാണ്. ഇങ്ങനെ റോളെല്ലാം ഉണ്ടാക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു റോള് കഴിച്ചാൽ തന്നെ വയറ് നല്ലോണം ഫില്ലാവും. കുറേ സ്നാക്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം ബീഫ് ഒന്ന് അരച്ചെടുത്തിന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട്. ഇതിങ്ങനെ കീമ ആക്കിയിട്ട് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ കീമ മേക്കറിലോ അരച്ചെടുത്താൽ മതി. അതിങ്ങനെ തന്നെ അരച്ചിട്ട് തന്നെ എടുക്കണേ. എന്നിട്ട് അഥവാ അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്താലും മതി കേട്ടോ. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ചെറിയ ഉള്ളി, പച്ചമുളക്, എന്നിട്ട് ബീഫിൻ്റെ കീമയും കൂടി ഇട്ട് കൊടുത്തേന്. ഞാൻ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ടാന്ന് പറയാൻ കാരണം, ചിലർക്ക് അങ്ങനെ മിക്സിൻ്റെ ജാറിൽ റോ മീറ്റ് അരക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ അരച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തേന്.
ഇനിയിപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇടാൻ മറന്നുപോയൊരു സംഭവം ഞാനിപ്പോൾ ഇട്ടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊരു ടീസ്പൂൺ. അത് ആദ്യം ഓയിൽ ഇടേണ്ടതിനു ഞാനൊന്ന് വിട്ടുപോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 to 20 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ ബീഫ് വെന്ത് വന്നോളും, അരച്ചതല്ലേ. ഇനി ഞാനിത് റാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചപ്പാത്തി പോലെ മൈദ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.25 കപ്പ് മൈദയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഓയിൽ, ഈ 3 ഐറ്റംസ് മാത്രം ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ മൈദമാവ് ഉണ്ടാക്കൂലേ അങ്ങനെ തന്നെ. പക്ഷേങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക കുബൂസ് ഉണ്ടാക്കിയാലാണ്. വീട്ടിൽ കുബൂസ് ഉണ്ടാക്കൂലേ, അതല്ലെങ്കിൽ റെഡിമെയ്ഡ് കുബൂസ് വാങ്ങിയാൽ ഒന്നും കൂടി ഈസിയായി. പക്ഷേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ കാരണം ഈസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കൂടുതലും ഷവർമ റെസിപ്പീസെല്ലാം ചെയ്യുമ്പോൾ കമൻറ്റ് വരലുണ്ട്. അവർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. ഈസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും റാപ്പ് ചെയ്തെടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കുബൂസ് ആണെങ്കിലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ ആ സമയം കൊണ്ട് ബീഫിൽ വെള്ളമെല്ലാം വറ്റി വന്നിന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ കീമ ആക്കി കഴിഞ്ഞാൽ സാധാരണ ബീഫിൻ്റെ വേവ് പോലെയല്ല, കുറച്ച് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇതാ ഈ മൈദമാവ് നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. തടി കൂട്ടണ്ട, നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് 2 സൈഡിലും ഓയിലാക്കി കൊടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് ചുടുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി കുറയും. പക്ഷേങ്കിൽ 2 സൈഡിലും ഇങ്ങനെ നമ്മൾ പൊറോട്ടയെല്ലാം ചുടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ പുരട്ടി കൊടുത്ത് ചുട്ടെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ കട്ടി കൂടുതലായിട്ട് ഉണ്ടാക്കണ്ട, കറി ഈസ്റ്റൊന്നും ഇടാണ്ട് സാധാരണ ചുടുന്നല്ലേ നല്ല തിന്നായിട്ട് പരത്തി ചുട്ടെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി മയണൈസ് ഉണ്ടാക്കാം. മയണൈസ് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ഞാൻ ഇന്ന് മുട്ട വെച്ചിട്ടാണ് കേട്ടോ മയണൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ അധികം പാലും ഓയിലും വെച്ചിട്ട് ഉണ്ടാക്കില്ല, പക്ഷേ ഇന്നിപ്പം മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. ഒരു മുട്ട, 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 വലിയ സ്കൂപ്പ് കട്ടത്തൈര്, പിന്നെ 1/3 കപ്പ് ഓയിൽ. 1/3 എന്ന് പറഞ്ഞാൽ അരക്കപ്പിനേക്കാളും കുറച്ചും കൂടി കുറവ്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല ഹൈ സ്പീഡിൽ മിക്സിൻ്റെ ചെറിയ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മുട്ട വെച്ചിട്ടുള്ള മയണൈസ് റെഡിയായി. ഞാൻ കുറേ ഈ റെസിപ്പി കാണിച്ചിട്ട് അധികവും പാൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ റാപ്പിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഒന്ന് നീളത്തിൽ കട്ടാക്കുക ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് അതും കൂടി റാപ്പിൽ വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല തിളച്ച ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അത്രയും പെർഫെക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് റാപ്പിലെല്ലാം വെക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം സെറ്റായി. ഞാൻ കുറച്ച് വെജീസും കൂടി കട്ട് ചെയ്തെടുത്തേനെ. ഇനിയിപ്പോൾ ഓരോരോ നമ്മൾ ചപ്പാത്തീസായിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇഷ്ടം പോലെ മയണൈസും കെച്ചപ്പും എല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ ബീഫ് കീമ വെച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെജീസും കൂടി വെക്കുക. ലെറ്റൂസ് ലീഫ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസമായിരിക്കും കേട്ടോ. പിന്നെ ക്യാബേജ് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ അതും കൂടി വെച്ചിട്ട് നമുക്ക് റാപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് വേണമെങ്കിൽ ഈ വെജീസും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്കും കൂടി കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി ക്രീമി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഇതിൽ എന്തെല്ലാം വെക്കണ്ട എന്നുള്ളത് നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ തീരുമാനിച്ചിട്ട് ചെയ്യാം കേട്ടോ, നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇനി ഇതേപോലെ റാപ്പ് ചെയ്തിട്ട് വെച്ചെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഈ പറഞ്ഞ പോലെ ഒരൊറ്റ പീസ് കഴിച്ചാൽ മതിയാവും നമുക്ക് വയറും മനസ്സും എല്ലാം ഫില്ലാവാൻ. കുട്ടികൾക്കെല്ലാണെങ്കിൽ വെജീസെല്ലാം ഒഴിവാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രം റാപ്പ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ആരും റാപ്പ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്. നെക്സ്റ്റ് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് വട്ടലപ്പം. ഇത് ശരിക്കും ഒരു പുഡിങ്ങെല്ലാം പോലെ തന്നെ, പക്ഷേ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു ഐറ്റമാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം ശർക്കര എടുത്തിന്, 150 ഗ്രാം. പിന്നെ മധുരം നല്ലോണം വേണമെങ്കിൽ 180 ഗ്രാം വരെ എടുക്കാം കേട്ടോ. അതൊന്നിങ്ങനെ ചീകി എടുക്കൂലേ അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷറിംഗ് കപ്പില്ലേ 250 ml, അത് തന്നെയാണ്. ഏകദേശം ഒരു ചായ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിന്. കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം എടുക്കാൻ, ലൂസ് ഉള്ളതല്ല. ഈ 1-ാം പാൽ എന്ന് പറയുന്ന പാലില്ലേ അത് വേണേ. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ വേറൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുത്തേനെ. അതിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ആ ബൗളവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളിലേക്ക് ഏകദേശം 6 മുട്ട എടുക്കുക. 6 മുട്ട തന്നെ വേണം, എന്നാലേ ഇത് സെറ്റായിട്ട് കിട്ടൂ. പക്ഷേങ്കിൽ ഈ റെസിപ്പി ഉണ്ടാക്കി കഴിയുമ്പോൾ മുട്ടൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ മുന്നിട്ട് നിൽക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
ഈ എഗ് ബീറ്ററൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ, വിസ്കോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടാം. ഏലക്കാപ്പൊടി ഇടുന്നതുകൊണ്ട് മുട്ടൻ്റെ ടേസ്റ്റൊന്നും, സ്മെല്ലും ടേസ്റ്റും ഒന്നും അങ്ങനെ വരില്ല. അപ്പോൾ വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്യണേ. ആ മുട്ടൻ്റെ എന്താ പറയുക, കട്ടയൊന്നും ഇല്ലാണ്ട് നിൽക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് എന്താ പറയുക, കുക്ക് ചെയ്തെടുക്കണം, ബേക്ക് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡ് എടുക്കാം. നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള മോൾഡെല്ലാം ഉണ്ടെങ്കിൽ അതാണ് നല്ല. ഞാനൊരു ഇതുപോലൊരു ബൗളിലാണ്, ഒരു കിണ്ണത്തിലാണ് കേട്ടോ എടുത്തത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി താഴെ കുറച്ച് വെള്ളം, അതിൻ്റെ മേലെ സ്റ്റാൻഡ്, പിന്നെ ഇത് അടച്ച് വെച്ച് കൊടുക്കണം. ഈ പാത്രത്തിലോട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ വേണം അടച്ച് വെച്ച് കൊടുക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു ഫോയിൽ പേപ്പറെല്ലാം വെച്ച് അടച്ചാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ എഡ്ജുള്ള പാത്രം വെച്ചിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 to 25 അല്ലെങ്കിൽ 30 മിനിറ്റ് അത് ഇടയ്ക്കൊന്നിങ്ങനെ ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. കുറഞ്ഞതൊരു 25 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ തുറന്നിട്ട് ഒരു കത്തി വെച്ചൊന്ന് കുത്തി കൊടുക്കുക. ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടാവും. അഥവാ കത്തിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടൊന്ന് കുറയുമ്പോൾ മാത്രമേ തിരിച്ച് എടുക്കണ്ടൂ. ഭയങ്കര ചൂടോടെ എടുക്കണ്ട, അങ്ങനെയാകുമ്പോൾ പൊട്ടിപ്പോവും കേട്ടോ. ചൂടൊന്ന് കുറയുമ്പോൾ ഇതേപോലെ ഡീമോൾഡ് ചെയ്യാം. ഈ ലുക്ക് കണ്ടിട്ട് ഈ ലുക്കിൽ കാര്യമില്ല, നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ലുക്കായിരിക്കും കേട്ടോ കാണാൻ. പിന്നെ ഇത് പെട്ടെന്ന് ചൂടോടെ തന്നെ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാൻ നോക്കണ്ട, ഒന്ന് ചൂടാറുമ്പോൾ മാത്രമേ ഇളക്കിയെടുക്കണ്ടൂ. ഇത് കണ്ട നല്ല ലുക്ക് വന്ന് ഭയങ്കര ടേസ്റ്റ് വന്ന് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇനി നെക്സ്റ്റ് ഒരു ബ്രെഡ് പോക്കറ്റാണ്. ബ്രെഡ് പോക്കറ്റ് അല്ലെങ്കിൽ ഒരു എൻവലപ്പെല്ലാം പോലത്തെ ഒരു ലുക്കാണ് ഇത് കാണാൻ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട്, ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ വേവിച്ചെടുത്ത ചിക്കനിന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്, അപ്പോൾ അത് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മുളകിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. എന്നിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട ഉള്ളി, ക്യാപ്സിക്കം, 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും ഒരു വലിയ ക്യാപ്സിക്കം കൂടി എടുത്തിന്. ഇനിയിലേക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിന്. പിന്നെ ആവശ്യത്തിനുള്ള കെച്ചപ്പ് നമ്മൾ ടേസ്റ്റ് പോലെ എടുക്കാം. പക്ഷേങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം എന്തായാലും വേണം, ഇത്രയും മസാലയ്ക്ക് മിക്സാക്കി എടുക്കാനായിട്ടാ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഉള്ളിയും ക്യാപ്സിക്കും ഒന്നും വല്ലാണ്ട് വെന്തുടയണ്ട, ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇടുന്നുണ്ട്. എന്നിട്ട് ഉള്ളിയും ക്യാപ്സിക്കും ഒന്ന് സോഫ്റ്റായിട്ട് വന്ന് കഴിഞ്ഞാൽ തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. തക്കാളി ഉടയണ്ട. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഫില്ലിങ്ങാണ്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അതിനായിട്ട് എന്തായാലും ബ്രെഡ് എത്ര ഫ്രഷ് ആണെങ്കിലും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക, എന്നാലേ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഒന്ന് ആവി കയറ്റി എടുത്താലല്ലേ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരില്ലേ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു റോളർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ ക്രോസ് ആയിട്ട് 2 പീസാക്കി കട്ടാക്കുക. എന്നിട്ട് ഇതേ ചൂടോടെ തന്നെ, ഇപ്പോൾ ബ്രെഡ് നല്ല ചൂടുണ്ടാവില്ലേ, അതേ ചൂടോടെ തന്നെ ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് അവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ഈ മൈദ വെച്ചിട്ടുള്ള പശയൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബ്രെഡ് ചൂടോടെ ഓരോന്നായിട്ട് സ്റ്റീമറിൽ നിന്ന് എടുക്കുക, ഇതുപോലെ പരത്തിയിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. പെട്ടെന്ന് പരത്തി ഇതുപോലെ ഷേപ്പ് ചെയ്ത് പ്രസ് ചെയ്യണേ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി, മൈദൻ്റെ മിക്സ് വെച്ചിട്ട്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തേന്. ഇതിൽ ചിക്കൻ ഡൈനാമൈറ്റിൻ്റെ മസാലയെല്ലാം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചധികം സോസായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മസാലയെല്ലാം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിലേക്ക് ഇതൊന്ന് നമുക്ക് ചീസ് ഇട്ടിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ സ്ലൈസ്ഡ് ചീസ് എടുക്കുക, അല്ലെങ്കിൽ മോസറല്ല ചീസ് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കാനുള്ള സ്നാക്കിൻ്റെ ഓപ്ഷൻ സെർച്ച് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെക്കുക. ബ്രെഡ് കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ മേലെയുള്ള ചീസ് ഒന്ന് മെൽട്ടാവാൻ വേണം. അപ്പോൾ ഇത് റെഡിയായി. നല്ല ടേസ്റ്റാണ്. ചൂടോടെ സെർവ് ചെയ്യണേ ഈ സ്നാക്ക്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ബ്രെഡ് വെച്ചിട്ടൊരു ഫ്ലവർ പോലത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കുക. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷെങ്കിൽ കഴിക്കാനും അടിപൊളിയാണ്. പിന്നെ എന്തെങ്കിലും പാർട്ടിയിലെല്ലാം അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ട് കാണാനും അടിപൊളിയായിരിക്കും.
ആദ്യം ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതിയാവും. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനില്ലേ അതിടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കി മസാലാസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടിടാം. ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇപ്പോൾ ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അത് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മസാലാസ് ഇടാം. അപ്പോൾ സെൻറ്ററിൽ ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തേനെ. ബട്ടറിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിലേക്ക് ചെറിയ ജീരകം, നമ്മളെ ക്യുമിൻ സീഡിലെ അത് പൊടിച്ചത് 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം ആ ബട്ടറിലൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ജീരകം ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ മസാലയ്ക്ക്. അപ്പോൾ ചിക്കൻ നല്ലോണം ഒന്ന് ആ മസാലയിലും കൂടി ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് വെജീസ് എല്ലാം കട്ടാക്കി വെച്ചിന്. ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി, പച്ചമുളക്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി സെയിം പാത്രത്തിൽ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആദ്യം വെളുത്തുള്ളിയും പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇത് രണ്ടും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടുക. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, പിന്നെ ചെറിയൊരു ക്യാപ്സിക്കം കൂടി, അത് ഏകദേശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. പിന്നെ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നു അതിനനുസരിച്ചിട്ട് വേണം മസാല ഉണ്ടാക്കാൻ. അത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ടൊമാറ്റോ ചില്ലി സോസില്ലേ അതായാലും എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇടാം. നമുക്ക് സാധാരണ മസാല അല്ലാണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ ഇതും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തക്കാളിയും പിന്നെ മയണൈസും കൂടി ഇടുന്നത്. ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടാണ്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തക്കാളിയും മയണൈസും ഇട്ട് കൊടുത്തത്. മയണൈസ് പിന്നെയും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ചൂടിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഹോം മെയ്ഡായിട്ടുള്ള മയണൈസ് ആണെങ്കിലാണ് ഒന്നുകൂടി നല്ല. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി. ഇനി ഇതിപ്പോൾ ഫില്ല് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണ്. നമ്മൾ എല്ലാ സ്നാക്സ് ഉണ്ടാക്കുമ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ഫില്ലിങ്ങാണ്. അപ്പോൾ ഇതും ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം, ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അടിയിൽ വെള്ളം വെച്ചിട്ടാ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് തന്നെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ എഡ്ജസ് മാത്രം പോകുന്ന രീതിയിൽ കുറച്ച് വലിയ ഷേപ്പ് കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ ബ്രെഡ് വേസ്റ്റ് ആവില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി ഒന്ന് തിന്നാക്കിയെടുക്കുക. ഇത് കണ്ട. ഇനിയാണ് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു 10ഓളം ബ്രെഡ് ഇങ്ങനെ ചെയ്തെടുത്തിന് കേട്ടോ. നിങ്ങളെടുക്കുന്ന ഒരു മോൾഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടിരിക്കും എത്ര ബ്രെഡ് വേണമെന്നുള്ളത്. ആദ്യം ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ 2 സൈഡും ഇങ്ങനെ സെക്യൂർ ആക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഓരോന്നായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ. എല്ലാന്നുണ്ടെങ്കിൽ അത് നിൽക്കില്ലല്ലോ. അപ്പോൾ അടുത്തതൊന്ന് വെക്കുമ്പോൾ ഗ്ലാസ് എടുത്ത് മാറ്റുക. എന്തെങ്കിലും വെയിറ്റുള്ളൊരു സംഭവം വെച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ തന്നെ മൊത്തത്തിൽ റൗണ്ടിൽ ചെയ്തെടുക്കുക. റൗണ്ടിലല്ലെങ്കിൽ നീളമുള്ള ട്രെയിലായാലും എങ്ങനെയായാലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ പീസാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിന്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒന്നുകിൽ നമ്മൾ ബർഗറിലെല്ലാം വെക്കുന്ന പോലെ സ്ലൈസ്ഡ് ചീസോ അല്ലെങ്കിൽ മോസറല്ല ചീസോ വെച്ചിട്ട് നമുക്കിത് ലാസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ചീസ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ എങ്ങനെയാലും ഇട്ട് കൊടുക്കാം. പിന്നെ മേലെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ, പിന്നെ ഒന്നും കൂടി സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തേ. ഇനി ഇത് ഒന്നുകിൽ അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. 180 ഡിഗ്രിയിലൊരു 5-6 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാലും ഒന്ന് ബേക്ക് ചെയ്താലും മതി. അതല്ലെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അതിൻ്റെ മേലെ സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. അവനിൽ ബേക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി മേലെ കളറെല്ലാം ചേഞ്ചായി വരും.
ഇതിലാവുമ്പോൾ കളറ് ചേഞ്ച് ആവില്ല, പക്ഷേ മെൽട്ടാവും, അത്രയും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്നാക്കും റെഡിയായി. ബ്രെഡ് വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഫ്ലവർ സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചൂടോടെ വേണം സെർവ് ചെയ്യാൻ. മേലെ ഇതുപോലെ കെച്ചപ്പോ മയണൈസോ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇഫ്താറിൻ്റെ ടൈം ആവാൻ നോക്കുമ്പോൾ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നമുക്ക് കുബൂസിലും ചെയ്യാൻ പറ്റും കേട്ടോ. ബ്രെഡിന് പകരം കുബൂസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് റെസിപ്പി മൊഞ്ചത്തി മടക്കാണ്. ഇത് 2 സ്റ്റൈലിൽ കാണിക്കുന്നുണ്ട്, മധുരവും എരിവും. അപ്പോൾ രണ്ടും അടിപൊളിയാണ്, എങ്ങനെയായാലും ഉണ്ടാക്കുക. സെയിം ബാറ്റർ വെച്ചിട്ട് നമുക്ക് 2 റെസിപ്പീസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സ്പൈസി തന്നെ കാണിക്കാം. ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് സാധാരണ നമ്മൾ മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി അത് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ്. ആ സെയിം പാനിൽ തന്നെ അതിൽ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ഏകദേശം 2 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ടാണ്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കറിവേപ്പില, ഇത് 3 കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ഗരം മസാലയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലാസേ ഇതിൽ ഇടുന്നുള്ളൂ, കൂടുതൽ മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊരിച്ച് കോരി മാറ്റി വെച്ചില്ലേ ചിക്കന്, അതിൻ്റെ ഇലയെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയിടാം. അപ്പം മൊഞ്ചത്തി മടക്ക് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ അതിൻ്റെ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. ഇതിലേക്കായിട്ട് ഞാൻ 3 മുട്ട എടുത്തിന്. പിന്നെ വേണ്ട 1 കപ്പ് മൈദയാണ്, 1/4 ടീസ്പൂണ് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നിങ്ങൾ മധുരത്തിലുള്ള മൊഞ്ചത്തി മടക്ക് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടിക്ക് പകരം ഏലക്കപ്പൊടി വേണം കേട്ടോ എടുക്കാൻ. എന്നിട്ട് 1 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. അതിനൊന്നും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 കപ്പോളം പച്ചവെള്ളം കൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുത്തത്. ആ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കണം, നല്ല ലൂസായിട്ട് വേണം ബാറ്റർ ഉണ്ടാവാൻ. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കുക. ചൂടായ പാന് ഒന്ന് ചെറിയ തീയിൽ വെക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൽ ഹോൾസ് എല്ലാം വീണ് പോവും, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ചൂടായ പാന് ചെറിയ തീയിലിട്ടിട്ട് തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഓരോരോ ദോശയും ചുട്ടെടുക്കാൻ. എന്നിട്ട് ആദ്യം ഒരു സൈഡിലോട്ട് മസാല വെച്ച് കൊടുക്കുക. ഇതുണ്ടാക്കുമ്പോൾ ത്രൂ ഔട്ട് ഓരോരോ സൈഡിൽ മസാല വെച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലില്ലേ ഇത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ ആവശ്യം വരില്ല, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് മറ്റേ സൈഡിൽ അടുത്ത ബാച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു സൈഡിൽ മസാല ഇടുക, ഇങ്ങനെ പൊട്ടിപ്പോവാണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതേണ്ട ചില സമയത്ത് മാവട സൈഡിൽ മാത്രം ഒന്ന് ഉണങ്ങാണ്ട് നിന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. എനിക്ക് ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അങ്ങ് സെറ്റായിക്കോളും. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ കുറച്ച് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് മാവ് ഒഴിക്കുക. ഈ സെയിം സ്റ്റെപ്പ് പറ്റുന്നിടത്തോളം ചെയ്യാം. ഭയങ്കര കുറേ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവെല്ലാം ചെയ്യും കേട്ടോ. പൊട്ടിപ്പോവാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഏകദേശം ഒരു 8 to 10 എണ്ണം വരെ ചെയ്തെടുത്തിട്ടുണ്ടാവും ഏകദേശം. എന്നിട്ട് ഇതാ ചൂടോടെ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. പിന്നെ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണമെങ്കിൽ ഭയങ്കര കട്ടിയിലല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് മൈദക്ക് 1.5 കപ്പോളം വെള്ളം എടുത്തിട്ട് ചെയ്താൽ മതി. ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇത് ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ലെയറായിട്ട് നമുക്ക് എടുത്തിട്ടും സെർവ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഈ ചട്ടിപ്പത്തിരിയിലില്ലേ അതെല്ലാം പോലെ തന്നെ, പക്ഷേങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഈസി ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ മധുരമുള്ള വേർഷൻ, അത് പഴം വെച്ചിട്ട് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇതിലേക്കായിട്ട് ഞാൻ ഒരു മൊഞ്ചത്തി മടക്കിലേക്കായിട്ട് 2 പഴം എടുത്തിന്. എന്നിട്ട് നമ്മൾ പഴം പൊരിക്കെല്ലാം കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ നേരെ പകുതിയാക്കിയിട്ട് കുറച്ച് തിന്നായിട്ട് ഇങ്ങനെ പഴം കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് നെയ്യ് വേണം ഇട്ട് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ട് പഴത്തിൻ്റെ പീസസ് ഓരോന്ന് നമ്മൾ കായ് വാട്ടുന്ന പോലെ തന്നെ വാട്ടിയെടുക്കുക കേട്ടോ. നെയ്യിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അഥവാ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്തോ, പക്ഷെങ്കിൽ നെയ്യാണ് ഏറ്റവും ടേസ്റ്റ്.
എന്നിട്ട് രണ്ട് സൈഡും ഈ ഒരു കളറാകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ അത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിന്. ഇനിയിപ്പം സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിന്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, ആവശ്യത്തിനുള്ള മധുരം, ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടോ, ഇങ്ങനെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടോ കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ്പ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക, വാട്ടിയെടുക്കുക. പഞ്ചസാരയെല്ലാം മെൽട്ടായി നല്ലൊരു ഫില്ലിംഗ് ആവും. ഏകദേശം ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വാട്ടിയെടുത്താൽ മതിയേ. എന്നിട്ട് സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ മാവിൽ പക്ഷേ കുരുമുളക് പൊടിക്ക് പകരം ഏലക്കാപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ ഈ മാവ് ഉണ്ടാക്കിയെടുത്തത്. 3 മുട്ട, 1 കപ്പ് മൈദ, 1.25 കപ്പ് വെള്ളം, ഏലക്കാപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അങ്ങനെയാണ് മാവിൻ്റെ റെസിപ്പി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. പക്ഷേ ആദ്യം ഫില്ലിങ് വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ 2-3 പീസ് പഴം വെച്ചെടുക്കുക. എന്നിട്ട് സെയിം രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ലാസ്റ്റത്തെ ദോശ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടാണ്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു പ്രാവശ്യം കൂടി ദോശൻ്റെ മിക്സ് ഒഴിച്ചിട്ട് അതങ്ങ് കവർ ചെയ്തെടുക്കലാണ്. പിന്നെ ഇതിൽ നമുക്ക് കൂടുതൽ ലെയേഴ്സ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. കാര്യം കുറേ ലെയേഴ്സ് ആക്കാൻ പറ്റില്ല ആദ്യം ഉണ്ടാക്കിയ പോലെ. കാര്യം പഴവും കൂടി ഫില്ല് ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് നല്ല സൈസായിട്ട് വരും. തേങ്ങേൻ്റെ മസാലയും പഴവും എല്ലാം കൂടി ഇല്ലേ, അപ്പോൾ കുറച്ചും കൂടി ലെയർ കുറവായിരിക്കും. എന്നാലും നല്ല രസമാണ് കാണാൻ, ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ മസ്റ്റായിട്ടും സ്വീറ്റ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ, ഇത് ഓവർ മധുരമൊന്നുമില്ല, നോമ്പ് തുറക്കുമ്പോൾ ചെറിയൊരു മധുരമെല്ലാം കഴിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു മൊഞ്ചത്തി മടക്കി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ഐറ്റം പാൽപത്രിയാണ്. അതും സ്റ്റീം ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിങ്ങനെ കുറേ ലെയേഴ്സായിട്ട് കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയാണ്. ഇത് ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല, പിന്നെ നമ്മളെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിതാ 2 പഴം എടുത്തതിന്, മീഡിയം പഴുപ്പുള്ള 2 നേന്ത്രപ്പഴം എടുക്കാം. വലിയതാണെങ്കിൽ 1 മാത്രം മതി കേട്ടോ. ഇതൊരു ചെറിയ നേന്ത്രപ്പഴം, അതാ ഞാൻ 2 എടുത്തത്. നേന്ത്രപ്പഴം ഇതാ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കായ് വാട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യില്ലേ, അതേപോലെ തന്നെ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യ് ഇഷ്ടമില്ലാത്തവരെല്ലാം ഓയിലും യൂസ് ആക്കാം, വെളിച്ചെണ്ണയോ ഓയിലോ യൂസ് ആക്കാം. പക്ഷേങ്കിൽ ഈ ഒരു സ്നാക്കിൽ നെയ്യ് യൂസ് ചെയ്താൽ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നെയ്യ് ചൂടായി കഴിഞ്ഞാൽ പഴയിലേക്ക് ഇട്ടിട്ട് നോർമൽ നമ്മൾ വാട്ടിയെടുക്കൂലേ, 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വാട്ടിയെടുക്കുക. ഇതേപോലെ ഈ ഒരു കളറായാൽ മതി. ഈ പഴം നമ്മൾ പച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ സ്നാക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നെയ്യിലിങ്ങനെ വാട്ടിയിട്ട് യൂസ് ആക്കുന്നിട്ടാ. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 ടൈപ്പ് മിക്സ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൈദ വെച്ചിട്ടാണ് ഒരു ബാറ്റർ ഉണ്ടാക്കുന്നത്. 1 കപ്പ് മൈദ എടുക്കുക. ഈ 1 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിടാം. പിന്നെ ഇതാ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇടാം. ഈ മൈദ മിക്സിൽ പഞ്ചസാര കൂടുതൽ വേണ്ട, ലൈറ്റ് മധുരേ വേണ്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഇട്ടിന്. കുറച്ചധികം ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ ഇട്ടേട്ടാ. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം. എന്തായാലും ഏലക്കാപ്പൊടി യൂസ് ആക്കണം. പിന്നെ ഇത് പാലിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം പൗഡേഴ്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഞാൻ പാലൊഴിക്കുന്നുണ്ട്. തണുപ്പില്ലാത്ത നോർമൽ പാലാണ് കേട്ടോ. ആദ്യം 1 കപ്പ് പാലൊഴിച്ച്, അപ്പോൾ കുറച്ച് ടൈറ്റുള്ള ബാറ്ററാണ് ഉണ്ടാവുക. പക്ഷേങ്കിൽ നമുക്ക് ഈ സ്നാക്കിലേക്ക് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ 1.5 കപ്പ് പാൽ ആവശ്യമായിട്ട് വരും കേട്ടോ. ഞാൻ പിന്നെ 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പാൽ യൂസ് ആക്കിന്.
പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ വെള്ളം എടുക്കാം, പക്ഷേങ്കിൽ അന്നേരം ടേസ്റ്റ് കുറയും. പാൽ തന്നെയാണ് ഏറ്റവും നല്ല. അപ്പോൾ ഇതേപോലെ ലൂസ് ബാറ്ററാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രത്തിൻ്റെ എല്ലാം വലിപ്പം പോലെയാണ് ഈ മുട്ടയും മൈദയെല്ലാം മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. 3 വലിയ മുട്ട എടുത്ത് ചെറിയ മുട്ടയാണെങ്കിൽ 4 5 വേണ്ടി വരും. ഇനിയിപ്പോൾ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിന്. 1/3 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. എന്നിട്ട് ഈ മുട്ടയും പഞ്ചസാരയും കൂടി പഞ്ചസാര മെൽറ്റാകുന്നവരെ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മുട്ടൻ്റെ ടേസ്റ്റ് തന്നെ വരും. ഏലക്കാപ്പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസ് അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ആക്കാം കേട്ടോ. അപ്പോൾ 2 ബാറ്ററും റെഡി ആയിന്. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് നമ്മളിലുള്ള ഒരു പാത്രം എടുക്കുക. എൻ്റെ ഇപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് ബൗളുള്ള സ്റ്റീലിൻ്റെ റൗണ്ടിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ല നമ്മൾ സൗകര്യം പോലെ എടുക്കുക. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഓയിലാക്കുക. ഓയിലോ നെയ്യോ ആക്കിയിട്ട് ഒന്ന് തടവി കൊടുക്കുക, സൈഡിലും അടിയിലും എല്ലാം തടവി കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലെയർ നമ്മൾ ഒഴിക്കേണ്ട ഈ മൈദ വെച്ചിട്ടുണ്ടാക്കിയ ബാറ്ററാണ് കേട്ടോ. ഓരോരോ ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പം നല്ല തിന്നായിട്ടുള്ളൊരു ലെയർ മതി. ഇത് ചെറിയ സ്പൂണായതുകൊണ്ട് ഞാൻ 1.5 സ്പൂണ് മൈദ ബാറ്റർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കുക. കറക്റ്റ് ഒരു 45 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച ലെയർ സെറ്റായിട്ടുണ്ടാവും. ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ വേവണമെന്നില്ല, ഒന്ന് സെറ്റായാൽ മതി. എന്നിട്ട് നെക്സ്റ്റായിട്ട് മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. മുട്ടൻ്റെ ബാറ്ററിൻ്റെ സ്പൂണ് കുറച്ച് വലുതാണ്, അതുകൊണ്ട് ഞാൻ 1 സ്പൂണാണ് കേട്ടോ വയ്ക്കുന്നത്. രണ്ടും സെയിം അളവിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ മുട്ടൻ്റെ ബാറ്ററിൻ്റെ മേലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം വെച്ച് കൊടുക്കുക. ഫുള്ള് ഫില്ലായിട്ട് വെക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വെക്കണോ എന്നെല്ലാം നമ്മൾ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. പഴം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നിറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതും അടച്ച് വെക്കുക. ഇതും സെയിം 3/4 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് വെച്ചിട്ട് തുറക്കുമ്പോൾ തന്നെ സെറ്റായിട്ടുണ്ടാകും. എന്നിട്ട് നെക്സ്റ്റ് ബാച്ച് ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ നമ്മളെ സൗകര്യം പോലെ ഈ മൈദ ബാറ്ററിൻ്റെ മേലേക്കാണോ പഴം വെക്കേണ്ടത് അല്ലെങ്കിൽ മുട്ടയിലാണോ പഴം വെക്കേണ്ടത് എന്നെല്ലാം നമ്മൾ താല്പര്യം പോലെ തീരുമാനിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ തീരുന്ന വരെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഇതിപ്പോൾ ലാസ്റ്റ് ബാച്ചാണ്. ലാസ്റ്റിൽ ഞാൻ ഈ മുട്ടൻ്റെ മേലേക്കല്ല, മൈദ മാവിൻ്റെ മേലേക്കാണ് ഞാൻ പഴം വെച്ച് കൊടുക്കുന്നത്. കാര്യം ലാസ്റ്റ് കാണാനുള്ള ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുട്ട കുക്കായിന് അതിൻ്റെ മേലേക്ക് ലാസ്റ്റായിട്ടുള്ള ഈ മൈദൻ്റെ മാവും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ മേലേക്ക് പഴവും പിന്നെ ഡെക്കറേഷൻ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ കിസ്മിസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട്സാണ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് നല്ല നീറ്റിൽ തന്നെ ഈ പഴമെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. കാര്യം എല്ലാം കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ സ്നാക്ക് റെഡിയായി. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചൂടാറിയാൽ ഈ പാത്രത്തിൽ നിന്ന് ഒന്നുകിൽ എടുക്കുക, ഡിമോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. പിന്നെ ഇതേപോലെ ഗ്ലാസ് ട്രെയിലാണെങ്കിൽ അങ്ങനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്ട് അങ്ങനെ തന്നെ വെച്ചാലും അടിപൊളിയായിരിക്കും. കാര്യം അതിൻ്റെ സൈഡിൽ നിന്ന് ഓരോ ലെയറെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാലും ഇല്ലേ ഓരോ ലെയർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. നല്ല രസമാണ് കാണാൻ, നല്ല ടേസ്റ്റുമാണ്. ഒരു മധുര പലഹാരം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ. സെൻറ്ററിലെ ആ ഒരു മുട്ടൻ്റെ ലെയർ നല്ല മധുരം ഉണ്ടാവും,
മൈദൻ്റെ ലെയർ ലൈറ്റ് മധുരമായിട്ട് അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു, ബൈ.